ലേബർ കോഡുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കരട് വിജ്ഞാപനം ഇറങ്ങിയതടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ പൊതുവേദിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഘട്ടത്തിൽ തന്നെയാണ് മന്ത്രി തന്നെ നേരിട്ട് കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. ഏത് രീതിയിലാണ് ഈ 2021 ഒരു കരട് വിജ്ഞാപനം ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതുമായി ബന്ധപ്പെട്ട് എന്താണ് വസ്തുത എന്ന് പറയുന്നത്? ഈ ലേബർ കോഡിനെ ആദ്യമേ തന്നെ കേരളം ശക്തമായി എതിർത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ലേബർ കോഡ് വന്നതിന് ശേഷം കേരള ഗവൺമെൻറ്റിനോട് അഭിപ്രായം ചോദിച്ച അവസരത്തിലൊക്കെ തന്നെ ഇതൊരു വിശദമായ ചർച്ച ആവശ്യമാണെന്നുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. 29 നിയമങ്ങളാണ് 4 കോഡുകളാക്കി മാറ്റിയിട്ടുള്ളത്. രാജ്യത്തെ സമസ്ത വിഭാഗം തൊഴിലാളികളുടെയും അവകാശ സംരക്ഷണ നിയമങ്ങളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. അതിനോട് ഒരു കാരണവശാലും കേരള ഗവൺമെൻറ് യോജിക്കുന്നതിന് വേണ്ടി കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ തൊഴിലെന്ന് പറയുന്നത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യാവകാശം ഉള്ളതാണ്. ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു നിയമ ഭേദഗതി വരുന്ന അവസരത്തിൽ, നിലവിലുള്ള നിയമം റദ്ദ് ചെയ്യുന്ന അവസരത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം ചെയ്യുക എന്നത് ജനാധിപത്യ മര്യാദയാണ്. അതൊരു ഫെഡറൽ തത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും പാലിക്കാതെ നിഷേധാത്മകമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കോർപ്പറേറ്റ് മുതലാളികൾക്ക് സംരക്ഷണം കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിയമത്തിലൂടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോഡാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവിൽ വന്നിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം റീജിയണൽ അടിസ്ഥാനത്തിൽ കേന്ദ്ര തൊഴിൽ സെക്രട്ടറി, സീനിയർ IAS ഓഫീസറുടെ നേതൃത്വത്തിൽ റീജിയണൽ യോഗങ്ങൾ ചേർന്നിരുന്നു. അപ്പോൾ ആ റീജിയണൽ യോഗത്തിൽ കേരള ലേബർ സെക്രട്ടറി നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശം കിട്ടിയിരുന്നു. സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലേബർ സെക്രട്ടറി സംസ്ഥാനത്തിൻ്റെ ലേബർ സെക്രട്ടറിയോട് ഒരു യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് നിഷേധിക്കാൻ വേണ്ടി പ്രയാസമായിരിക്കും. അപ്പോൾ പങ്കെടുക്കാൻ നമ്മൾ അനുവാദം കൊടുത്തിരുന്നു. പങ്കെടുക്കാൻ അനുവാദം കൊടുത്തപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരോട് ലേബർ സെക്രട്ടറി പറഞ്ഞത് അത് മാൻഡേറ്റായിട്ടാണ്, നിർബന്ധപൂർവം ചെയ്തിരിക്കണമെന്നുള്ള മട്ടിൽ പറഞ്ഞത്, നിങ്ങൾ കരട് തയ്യാറാക്കണം. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്, സംസ്ഥാന ഗവൺമെൻറ്റായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഒരു കരട് തയ്യാറാക്കി മന്ത്രിക്ക് സമർപ്പിക്കണം എന്നുള്ള നിലയിൽ ആണ് അവർ അന്ന് പറഞ്ഞത്. അവർ കരട് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ തുറന്ന് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ആ കരടിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടേ ഇല്ല. ആ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് ഒരു മാധ്യമം വളരെ പ്രധാനപ്പെട്ട വാർത്തയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാധ്യമ സുഹൃത്തുക്കളെയും ജേർണലിസ്റ്റുകളെയൊക്കെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ കരടിന്മേൽ ഒരു ചർച്ച നടത്തണം. നമ്മുടെ നിയമസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ അംഗീകാരം വേണം. അത് തൊഴിലാളി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യണം. പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ തേടണം. അതൊക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല. ഇത് കരട് ആറ്റാന്ന് വെച്ചു. അത് അങ്ങനെ തന്നെ എവിടെയാണോ ആരാണോ തയ്യാറാക്കിയത് അവരിരിക്കുന്ന മേശയിൽ തന്നെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അല്ല വേറെ ഒരു നടപടിക്രമം സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ലേബർ കോഡിനോട് നല്ല വിയോജിപ്പാനുള്ളത്. അതിൽ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും നമുക്ക് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട്. കേരളം എന്നും തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, മിനിമം വേതനം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതുപോലെ ഏതാണ്ട് 16ഓളം വരുന്ന ക്ഷേമ ബോർഡുകളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. 64 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഈ ക്ഷേമ ബോർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലാളികൾ, ഗിഗ് വർക്കേഴ്സിന്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്നും ഇന്ത്യക്ക് മാതൃകയാണ് കേരളത്തിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ലേബർ കോഡിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഏതെങ്കിലും ഒരു പത്രത്തിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ട് തെറ്റായ ഒരു വാർത്ത എഴുതിയെന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ നിലപാടിലൊരു മാറ്റം വരാൻ വേണ്ടി പോകുന്നില്ല. നാളെ ഇപ്പം മന്ത്രി തന്നെ വിളിച്ചിട്ടുള്ള ട്രേഡ് യൂണിയനുകളുടെ അടക്കം യോഗമുണ്ട്. അതേ തുടർന്ന് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം? അവരുടെ ഒരു അഭിപ്രായം കൂടെ തേടുന്നുണ്ട്. ഡിസംബർ മാസം 19
ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു കോൺക്ലേവ് തന്നെ, ലേബർ കോൺക്ലേവ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ലേബർ മന്ത്രിമാരെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോഡിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങളിലെ ലേബർ മന്ത്രിമാരെ ക്ഷണിക്കുന്നുണ്ട്. നിയമപണ്ഡിതന്മാരെയും ലേബർ രംഗത്തെ വിദഗ്ധന്മാരെയും ആളിനെ ക്ഷണിക്കുന്നുണ്ട്. ഒരു 100-ൽ താഴെ വരുന്ന വളരെ ഗൗരവമുള്ള ഒരു കോൺക്ലേവാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്.